ഹായ് ഹായ് അപ്പൊ നമ്മള് കൃഷ്ണപ്രിയ. ഞാൻ കൃഷ്ണപ്രിയ. ഇതെന്റെ വീടാണ്. ഇവര് നിങ്ങളുടെ വീഡിയോസ് എല്ലാം സ്ഥിരം കാണുന്നതാണ്. ഇവിടെ വലിയ ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് വീട്ടിനകത്ത്. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നമ്മൾ വരാം. അപ്പൊ കേറിയിട്ട് എന്തെല്ലോ കാണാനുണ്ട് എന്ന് പറഞ്ഞു. നമ്മള് കേറിയിട്ടില്ല, ആകാംക്ഷയിൽ നിൽക്കുന്നതാന്ന്. അത് നല്ല നോക്കാൻ. അതെ, അതെന്ന് വെച്ചാല് ചേച്ചി നമ്മളിപ്പോ ഇവിടെ ഉള്ളേ, നമ്മളിപ്പം പുതിയ തെരു ചെറക്കൽ ഭാവിയുണ്ട്, അഭിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാല് പുതിയൊരു സിനിമ ഇറങ്ങാൻ പോകുന്നത് നവാസ്കനെ എടുത്തിട്ട് പറയുന്നേട്ടാ. അപ്പൊ നവാസ്ക നമ്മളെ എല്ലാവർക്കും അറിയുന്ന നമ്മളെ സിനിമാ താരം, നമ്മളടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പോൾ നവാസ്ക എന്ന് പറഞ്ഞാൽ പുതിയ സിനിമ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ സിനിമേൻ്റെ കാര്യമായിട്ട് എല്ലാവരും കൂടി നായിക നട്ടത്. അപ്പം എല്ലാവരും കൂടി ഇടിയുണ്ട്. ഇന്ന് മറ്റന്നാൾ 12-ാം തീയതി സിനിമ ഇറങ്ങുന്നത്, ഫ്രൈഡേ. അതെ. അപ്പോൾ ആ പടത്തിൻ്റെ പരിപാടികളായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഇവിടെ കണ്ണൂർ വന്നതാണ്. അപ്പോൾ നമ്മളും കൂടി ഇവിടെ ഇങ്ങോട്ട് വന്ന് ആ സ്ഥലത്ത് നമ്മൾ ഈ പരിപാടിയിൽ നടക്കുന്ന ആടെയാട്ടാ, എൻ്റെ ആടെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മളെ വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞു, കൃഷ്ണപ്രിയൻ്റെ വീട് നായികയാണ് പടത്തിലെ. കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം കൂടെ നമുക്ക് കിട്ടി. അതെ. മമ്മൂക്കനെ മോലെല്ലാം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കണം. ഓക്കെ. നമുക്ക് സിനിമ കാണുമ്പോ നമ്മള് നേരിട്ട് കണ്ടിയാ. അപ്പൊ അങ്ങനെ സിനിമേന്റെ പരിപാടികളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നതിന് അവസ്ഥ. അപ്പൊ നമ്മള് ഇവിടെ വന്നു, നമ്മളിവരെ കണ്ടു. നമ്മള് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഇക്ക എങ്ങനെയുണ്ട് നമ്മളെ നാട്ടിൽ വേണ്ടി? അടിപൊളി. ഞാനിവിടെ ഷൂട്ടിന് വന്നുള്ളൂ. എനിക്കറിയാലോ ഇവിടുത്തെ നാട്ടുകാരുടെ സ്നേഹവും ഫുഡ് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ്ലി വെറുതെ തമാശ പറയുന്നില്ല. നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുറെ ഒന്നും കണ്ടിട്ടില്ല, കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊരു ദിവസം യാത്രയിൽ ഒരുമിച്ച് കോഴിക്കോട് വരെ നമ്മള്. അപ്പോൾ അങ്ങനെ ഈ സിനിമേന്റെ ഷൂട്ടിംഗ് നടക്കുന്നതൊക്കെ നമ്മൾ നമസ്കാരം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് കൂടാണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ സിനിമയിൽ സ്റ്റാർട്ടിങ്ങിൽ ഇവരെ പരിപാടികൾ നടക്കുന്ന സമയത്ത് അന്നെങ്കിൽ അഭിനയം ഇല്ലാത്ത സിനിമയിൽ അഭിനയിക്കാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നറിയ ഇവള് വിശേഷമായിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല. ഇനി ഏതെങ്കിലും ഒരു സിനിമയിൽ ഒപ്പരം നമുക്ക് വീണ്ടും എന്നെ വെച്ച് കാണാം. അപ്പൊ നമ്മൾ ഇപ്പം എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രിയന്റെ വീടിന്റെ അകത്ത് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ വീടിന്റെ അകത്ത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ഇവരെ ഫാദർ ശരിക്കും എന്റെ പപ്പ സിവിൽ എഞ്ചിനീയർ ആണ്, ആർക്കിടെക്ട് ആണ്. അപ്പൊ പുള്ളി ഇന്റീരിയർ ഡിസൈനിങ്ങും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കലാവിരുതി വീട്ടിൽ കാണാനുണ്ട്. ഭയങ്കര ചെടി സ്നേഹിയാണ്, അതുകൊണ്ട് അതും കാണാനുണ്ട്. നമ്മളെന്ന് പറഞ്ഞാണ്ടല്ലോ ഏതെങ്കിലും ഒരു വീട്ടിലിങ്ങനെ പോകുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീട് കാണുമ്പോൾ നമ്മളധികം വീഡിയോ എടുക്കുക. ഹോം ടൂർ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ നമ്മൾ ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി എടുക്കുന്നവർക്കും അതുപോലെ തന്നെ വീടുകളെല്ലാം ഇങ്ങനെ പുതുതായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെ പുതിയ വീട് കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഐഡിയാസ് നമുക്ക് തോന്നുന്ന ഒരു പ്രത്യേകതയുള്ളൊരു വീടാണ്. അകത്തോളം ചെടി, ഓരോ മോഡല് വീട്ടിൽ തന്നെ നമ്മൾ അകത്തോളം പോലെ എല്ലാം കാണുമ്പോ ചെടീനെ വളർത്തുമ്പോ കുട്ടികളെ നോക്കുന്ന പോലെ വേണം ചെടീനെ നോക്കാൻ. എഫേർട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ വിചാരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ഒരു വീടെടുത്ത് മാറി. കൃഷ്ണപ്രിയ മോഡലിംഗ് ആണല്ലേ? ഞാൻ മോഡലിംഗ് ചെയ്യാറുണ്ട്. ഞാനൊരു ഫാഷൻ ഡിസൈനർ കൂടിയാണ്, ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്. ഇതെന്റെ എന്താണ് ഡെബ്യൂ ഫസ്റ്റ് മൂവിയാണ്. മൂവി 12-ാം തീയതി റിലീസാണ്. ഈ വെള്ളിയാഴ്ച റിലീസാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു പടം എന്നും പറയാ, എന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു പ്രത്യേകം പറയാം. തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. അതുപോലെ നമസ്കാർ, മൂവി സക്സസ് ആകട്ടെ. 12-ാം തീയതി ഇറങ്ങുമ്പോൾ വിളിച്ച് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കാം. അടിപൊളിയായിട്ട് ഓർത്തെ. അപ്പൊ നമുക്ക് ഇവരെ വീട്ടിന്റെ അകന്ന് കാണാം. അപ്പൊ ഉള്ളിലേക്ക് കയറാം. ആദ്യം തന്നെ ഒന്ന് പുറം കാണിച്ചു കൊടുക്കട്ടെ. നവാസ്ക, നിങ്ങളെ വീട് ശരിക്കും വന്നിരുന്നേ? വള്ളിക്കുന്ന്. നവാസ് വള്ളിക്കുന്ന്. ആ, വള്ളിക്കുന്നാണ് കേട്ടാ സ്ഥലം. അപ്പൊ ഞാൻ ഇതിന്റെ വരാം തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ പുറം തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം കേട്ടാ. ഈ റോഡ് ഇടിയാണേ, ഇതാ പുതിയൊരു വരുന്ന റോഡാണ് ഇത്. ഇവരെ വീട് ഇത് കയറുമ്പോ കണ്ടാ. ഹായ്. അയ്യോ, നമ്മളെ കണ്ടിട്ട് എടുത്താ സന്തോഷം. എന്തെല്ലാന്ന്? അയ്യോ, ഞാൻ എടുത്തരാം. നിങ്ങൾ പിടിങ്ങനെ ചവിട്ടി വിട്ടല്ലേ? ഓ അതെയാ, ഓക്കെ. നമ്മളിവിടെ വന്നൊരു സിനിമേന്റെ ഒരു പരിപാടി എടുക്കാൻ വന്നെയാണ്. കാണാൻ പറ്റിയ സന്തോഷം. പേര് രജീഷ്. സ്ഥലം കറക്റ്റ് പുതിയൊരെണ്ണ. ഓക്കെ. വീട്ടിലെല്ലാവരോടും ചോദിച്ചിട്ട് പറയാം, കാണാം. വ്ളോഗിലുള്ളതാ. അപ്പോൾ ഇതണ്ട ഈ വീട്ടിനുള്ളിൽ കയറുമ്പോഴുള്ള സീനാണേ. ഇങ്ങനെ മരം തൊട്ടിട്ടുണ്ട് ഇവര്. അതുകൊണ്ട് തന്നെ ഫുൾ പച്ചപ്പാണ് കേട്ടോ. ഇങ്ങനെ അതെയാ, കലാശുഷ്പൻ തന്നെയാ. ഞാൻ എന്താ തിരിച്ചെടുത്തേട്ടാ. അതെ ഇതണ്ട ഇതെല്ലാം ഉണ്ട് കേട്ടാ.
പൂവാണ്. ഇത് മുഴുവൻ കടലാസ് പൂവാണ്. കടലാസ് പൂവ് അല്ലേ? പൂത്ത് നിൽക്കാൻ. അതെ അതെ, ഇത് 2 കളറിൽ വരുന്നതാ, വെള്ളയും ചുവലും വരുന്നതാ. അപ്പൊ അത് പൂത്ത് നിൽക്കുന്ന സമയത്ത് നല്ല രസമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. കവിക്ക് ഉള്ളിൽ കയറിയില്ല, ഞാനൊന്ന് ജസ്റ്റ് കയറുമ്പോ എനിക്ക് തോന്നി ഒന്നിട്ട് എല്ലാരും കാണിക്കാന്ന്. നമസ്കാരം, നിങ്ങൾ ഇവിടെ തിരക്കിലല്ലേ? ആയിക്കോട്ടെ, നമ്മള് വാ വാ എല്ലാവരും കൂടി കാണാം. അപ്പൊ ഇതിന്റെ ഇതണ്ട, ഇത് പോർച്ചാന്ന് ഇവര്. ഇത് ഇങ്ങനെ കയറി വരുമ്പോ ബാക്കി കാര്യങ്ങൾ കൃഷ്ണപ്രിയ സംസാരിക്കും. സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക്. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. ആദ്യം വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥലം ഇതാ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയ ആയിട്ട് കണക്ഷൻ ഇല്ല. അതായത് നമ്മളിപ്പം ഫാമിലി ഒക്കെ ആയിട്ട് അവിടെ ഡൈനിങ് ഏരിയ, അപ്പൊ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ഒന്നും ഡിസ്റ്റർബ്ഡ് ആവാണ്ട് ഇവിടത്തേക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇരുന്ന് സംസാരിച്ച് പോവാറുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു സ്ഥലം കേട്ടോ. അവിടെ പൂജേന്റെ ഇതുണ്ടല്ലേ? പൂജ റൂം ശരിക്കും ഇതാണ് പൂജ ഏരിയ. ഇവിടെ ഫുൾ ആയിട്ടാണ് പൂജ ഏരിയ വരുന്നത്. അത് അവിടെ ഒരു ഡെക്കറേഷൻ ചെയ്തു എന്ന് മാത്രം. അമ്മയുടെ കേട്ടോ, അമ്മ നേരത്തെ അവള് വന്നപാടേ വന്ന് മിണ്ടി. ഇതാണ് അമ്മ. അമ്മയുടെ പേര് രേഖ. അമ്മ ഹൗസ് വൈഫ് ആണ്, ടീച്ചറായി വർക്ക് ചെയ്യായിരുന്നു, ഇപ്പൊ ഹൗസ് വൈഫ് ആണ്. വീഡിയോ എപ്പോഴും കാണലുണ്ട് നമ്മള്. അമ്മേനെ ചോദിച്ചോണ്ടാ കൂട്ടായി എപ്പോഴും. അതെ, അമ്മൂമ്മേനോട് പ്രത്യേകം ഹായ്. സ്ഥിരം വീഡിയോസിൽ കാണുന്നതാണ്, വരാത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ നെക്സ്റ്റ് ടൈം എന്തായാലും മോനും വന്നിട്ടില്ലല്ലോ, മോനും വരാനുണ്ട്. സ്കൂളിൽ പോയിന്, അനൂട്ടി പോയിന്. എന്റെ അടുത്ത് വരുമ്പോ കാണാം. എല്ലാവരും പടം സക്സസ് ആയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഓ ഡെഫിനറ്റ്ലി. വീട്ടിൽ നിന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ ഇത് ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്, നമുക്ക് വീട് കാണിച്ചു കൊടുക്കാം. വീട്ടിൽ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ കവി എന്നെ കാണാനായിട്ട് കാത്തിക്കുന്ന ഒരാളും കൂടി ഉണ്ട്. ഞാൻ കയറി വന്നപ്പോ തന്നെ ചോദിച്ചു, മക്കളൊക്കെ പറയുന്നുണ്ട്. അതെ അതെ അതെ. ഒരു മിനിറ്റ്. അയ്യോ, എന്തൊരു ഫുള്ള് എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കും വന്നിട്ടാ. ഇതാണ് കേട്ടോ ഇവര്. ഇതെന്റെ ഒരു ഇത്. അതെ, നമുക്ക് കിച്ചണിലേക്ക് പോവാം. മെയിനായിട്ട് സ്ഥലം. അതെ, കവി കയറി പോന്ന് ഫസ്റ്റ് പോകുന്നത് പെണ്ണുങ്ങൾക്ക് മെയിൻ ആയുള്ള കിച്ചൺ അല്ലേ? കിച്ചൺ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ്. പച്ചപ്പും ഹരിതാഭ്യം. കിച്ചൺ സാധനങ്ങൾ മാത്രം ഇവിടെ പണിയെടുക്കുന്നത് ഇവിടെ കുറവ്. അതിന്റെ മെയിൻ ഏരിയ അപ്പുറത്താണ്. ചേച്ചി വർക്ക് ഏരിയയിൽ എത്തിയേട്ടാ. ഇതാണ് മെയിൻ കിച്ചൺ. മേല ഫുൾ കബോർഡുകൾ ഇങ്ങനെ, യൂട്ടിലിറ്റി സ്പേസ്. പിന്നെ ഇവിടെ ക്യാമറ. ഇതൊരു നല്ല യൂസ്ഫുൾ ആയ സംഭവം കേട്ടോ. കാരണം ഇവിടെ കിച്ചണിൽ നിന്നിട്ടായിരിക്കുമല്ലോ അമ്മ വീട്ടില് ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് കിച്ചണിലായിരിക്കുമല്ലോ. അപ്പൊ ആരാ വരുന്നത് എന്താന്നൊക്കെ ഇവിടെ നോക്കിയാൽ വ്യക്തമായി കാണാൻ പറ്റും. അപ്പൊ കിച്ചണില് ക്യാമറ അല്ലേ? ഞാൻ പറഞ്ഞു. ഇതാണ് എന്റെ ബെഡ്റൂം. ഒരു ചെറിയ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഒരു വാഷ്റൂം ഉണ്ട് അവിടെ. ഇല്ല, എനിക്കിത് മടക്കി വെക്കാനേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പേടിച്ചു. ഞാൻ ഇവര് റൂമിൽ വന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് വർക്ക് വെക്കാൻ. ഏറ്റവും മോശമായിട്ടുണ്ടാവുള്ളൂ. എന്റെ സിനിമ ഇറങ്ങുന്നില്ല. ഇല്ല, ഞാൻ പക്ഷെ വൃത്തിയാക്കുന്ന സമയത്ത് വളരെ വൃത്തിയാക്കി വെക്കും. ഇടയ്ക്ക് ഇവളതായ ഒരു ടൈം ഉണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ നല്ല അടിപൊളി നമ്മള് വീട് കാണിക്കുമ്പോ അവരെ ജീവിതവും കൂടി വരുന്നുണ്ട്. എന്റെ അമ്മ ഒന്ന് നോക്കി. നല്ല അങ്ങനെയൊന്നും ഇല്ലപ്പാ. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. നമ്മളെ യൂട്യൂബ് കുടുംബാംഗങ്ങളും അങ്ങനെ തന്നെയാണ്. എല്ലാരും നമ്മളെ പോലെയുള്ളവർ തന്നെയാണ്. ഇതാണ് ഏറ്റവും രസം കേട്ടാ. ഇത് കണ്ടേരാ ഞാനിത് വീഡിയോ എടുക്കാൻ വിചാരിച്ചേട്ടാ. എന്നറിയാം, ഇത് സെൻട്രലിൽ തന്നെ ഫുൾ ചെടിയും കാര്യമില്ല കേട്ടോ. ഇതിങ്ങനെ ലെങ്ത് കൂടുന്നതിന് മുകളിൽ ഇങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കണം. കെട്ടിക്കൊണ്ടിരിക്കണം അല്ലേ? മേലെ 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 താഴെ താഴെ എത്തുമല്ലോ. രസം ചേച്ചി. നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിൽ കാട് കയറി മറ്റേ അപ്പം വെട്ടി ചാടിന്ന് വെച്ചാൽ മതി. വള്ളി താഴെ എത്തി മോളെ അത് മുറിച്ച് കളയട്ടെ. ഇത് മണി പ്ലാന്റ് അല്ലേ? അതെയാ? വേറെ ഉണ്ടാ? ഇത്
ശരിക്കും പക്ഷെ കൃഷ്ണപ്രിയക്ക് ഒരു ബ്രദറും കൂടി ഉണ്ടല്ലേ? എനിക്കൊരു ചേട്ടനുണ്ട്. അതാണ് എന്റെ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 15-16 വയസ്സുള്ളപ്പോ എടുത്തൊരു ഫോട്ടോ ആണത്. 15 ഇല്ല, 15 കുറച്ച് ശരിക്കും നിങ്ങള് വയസ്സ് പുറത്ത് വരും പറയണ്ട. ഇല്ല, 10 വയസ്സുള്ളപ്പോ എടുത്ത ചെറിയ പ്രായത്തിലെടുത്ത ഫോട്ടോ ആണ്. അമ്മയുടെ അച്ഛനാണ്. ഋഷിക്കൊക്കെ നോക്കുന്ന മേലത്തെ ഒരു വ്യൂ ഇങ്ങനെ കേട്ടതാ. ഇതൊരു ഇതണ്ടാ, നമ്മുടെ ഫോട്ടോ സ്പോട്ട് ആണ്. ഇതിങ്ങനെ കണ്ടപ്പോ നേരിട്ടാണ് നല്ല രസമുണ്ട് കേട്ടാ. ഇതിപ്പോ വീട്ടിൽ എങ്ങനെയാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എങ്കിൽ അത് നേരിട്ടാണ് ഞാൻ ഒരു വീട്ടിൽ കയറിയിട്ട് അതാണ് ഇത് എല്ലാരും ഒന്ന് കാണാന്നില്ലേ ഞാൻ ഇത് എടുത്തേട്ടാ. പറയാനുണ്ടോ? അപ്പൊ എന്തായാലും അടിപൊളിയാ. ഇത് ഇതെന്താണ്? ഇത് ഹോം തിയേറ്റർ ആണ്. വീട്ടിനകത്തൊരു ചെറിയ തിയേറ്റർ സെറ്റപ്പ് ആണ്. ഓ അത് ലൈറ്റ് ഒന്നാണ്. അതിന്റെ പ്രൊജക്ടർ വേണ്ട. തിയേറ്റർ തന്നെ കേട്ടാ. ഡാൻസ് കളിക്കുവായിരുന്നു. അന്നേരമുള്ള വീഡിയോസും ഡാൻസിന്റെ വീഡിയോസും എല്ലാം ഞങ്ങൾ അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാനൊരു ഡാൻസറാണ് അവിടെ, ക്ലാസിക്കൽ ഡാൻസ്. ഓ അപ്പൊ അല്ല അത് പറയുമ്പോ ഞാൻ കവിനെ കാണിക്കുന്ന കേട്ടോ ക്യാമറയില്. അതെന്ന് വെച്ചാല് നമ്മളെ ഭാഗത്തും ഉണ്ട് ഒരു ഡാൻസർ എന്നല്ലേ കവി. എന്നാ ഒന്ന് ചെന്ന് ഏറ്റുവിട്ടി നോക്കിയാലോ? അതെയോ? എന്തെങ്കിലും നല്ലതന്നെ. ക്ലാസിക്കൽ അല്ലേ ഇത്? ക്ലാസിക്കൽ അവള് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് കുറെ വർഷമായിട്ട് ഓൾമോസ്റ്റ് ഒരു 19 years ആയിട്ട് പഠിക്കുന്നുണ്ട്. തിയേറ്ററിലായിട്ട് ഇപ്പൊ കണ്ട പോലെയുള്ളു. ശരിക്കും ടാക്കീസ് സോളാറാണ് ഫുൾ. അപ്പൊ സോളാറിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഉണ്ടാവല്ലേ? അപ്പം ടെറസിൽ മുഴുവൻ പാനല്, സോളാർ പാനല് തന്നെ വെച്ചിട്ടുള്ളത്. ഇവിടെയും മുഴുവൻ ചെടികൾ. ഇവിടെ നിന്നാണ് താഴേക്ക് തൂങ്ങുന്ന ചെടികളെ താഴേക്ക് പോകുന്നത്. ഇതിനെ കൊണ്ട് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഈ ചെടി ഇങ്ങനെ വളരുന്നോണ്ട് ഇങ്ങനെ കുറച്ച് തണുപ്പായിരിക്കും വീട്ടിലേക്ക്. ഇത് വീട് ഒരു ബെഡ്റൂം അല്ലേ? നമ്മളെ വീട്ടിലും ഇതുള്ള ചെടി വളർത്തണം കഴിയും. എന്റെ അമ്മക്ക് പണിയൊക്കെ ചെയ്യും. കൊത്തി ഭയക്കാൻ വേണ്ടി അമ്മ മിറ്റ് ഇതുപോലെ വീട്ടില് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മക്ക് പണിയായി. ഇതാരാ? ഇത് ഞാനാ. അപ്പൊ നമുക്ക് വേണ്ടി ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു 2 സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സോങ് ഇതിനകത്ത് കോപ്പിറൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ സോങ് ഒന്നും ഇല്ല. ഞാൻ 2 സ്റ്റെപ്പ് ഇടാന്ന് മാത്രം. അതെ, അല്ലെങ്കിൽ പായത് നിങ്ങൾ ആക്കിക്കോ. എനിക്ക് പാട്ട് പഠിക്കും. പാട്ട് പഠിക്കും. ചേച്ചി അടിപൊളി അടിപൊളി. ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം ഞാൻ പ്രൊഫഷണലി പഠിച്ചതാണ്. കലോത്സവത്തിനെല്ലാം ചെയ്യുന്നതായിരുന്നു. പക്ഷെ ബോളിവുഡ് കാര്യങ്ങൾ, ഹിപ്ഹോപ്പ്, വെസ്റ്റേൺ ഒക്കെ ഞാനിങ്ങനെ യൂട്യൂബ് ഒക്കെ നോക്കി ഞാൻ തനിയെ പഠിച്ച ഡാൻസുകളാണ് അതൊക്കെ. ഡാൻസ് വർക്ക്ഷോപ്സ് ഞാൻ എടുക്കാറുണ്ട്. ഡാൻസ് ക്ലാസ്സസ് എല്ലാം എടുക്കാറുണ്ട് എറണാകുളം. അടിപൊളി. എല്ലാവിധ ആശംസകളും. എനക്കും ഡാൻസിൽ നല്ല താല്പര്യമില്ല, പക്ഷെ ഒറ്റ സ്റ്റെപ്പ് എനിക്ക് അറിയില്ല. അതാണ് കാണിച്ചു കൊടുക്കുക. ആ സ്റ്റെപ്പ് ആ 2 ഇല്ല ഇല്ല. അതെ അതെ, അതെനിക്ക് കാണും. പണ്ടേ നമ്മളടുത്ത് കാവിൽ തെയ്യമുണ്ട്. അപ്പൊ എല്ലാരും ആടിയിലവരെല്ലാരും ഈ ഒരു സ്റ്റെപ്പ്, അത് ഞാനായാലും ചേച്ചിയായാലും നമ്മളെ കുറ്റിയായിട്ടാണ്. അതെ, അപ്പൊ അവിടെ ഒരു കാവ് നമ്മള് കളിച്ച് വിളിച്ചോണ്ട് പോകും. ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ. കാണിക്കും. ഇത് അടിപൊളി സ്റ്റെപ്പാണ്. ഇത് ആരും കൂടി ഒന്ന് ക്യാമറ പിടിക്കും. ഞാനും കൂടി കളിക്കാം. ആ സ്റ്റെപ്പല്ല, അതേ സെയിം സ്റ്റെപ്പ് ഞാൻ കളിക്കാം. സിനിമാ നടിമാരെ ഏറ്റുപിടിക്കുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പ്, ചില്ലറ സ്റ്റെപ്പല്ല. അടിപൊളി. ഒരു സപ്പോർട്ട് കിട്ടി ആദ്യമായിട്ട്. എന്നെ അവമാനിക്കല. എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പല്ല. ഇങ്ങനെയെല്ലാം കൈയെടുക്കുന്നതിലൊരു കണ്ടുപിടിക്കില്ല. അങ്ങനെയൊന്നുമില്ല.
പറഞ്ഞല്ലേ ഉള്ളിൽ അർത്ഥം ഉണ്ട് അതിന് എന്നുവെച്ചാ ഒരു രക്ഷയില്ലാന്ന് നമ്മളിങ്ങനെ തുള്ളി. പക്ഷെ സ്റ്റെപ്പില്ല, ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇതാൽ കുറെ സ്റ്റെപ്പ് ഉണ്ട് നമ്മുടെ. ഇത് നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരത്തിൽ നമ്മൾ കളിക്കണം. അതായത് ഒരു വൈകുന്നേരം 8 മണി തുടങ്ങിയാൽ 3 മണി വരെയുള്ള സമയം നമ്മൾ ഇത് കളിച്ചോണ്ടിരിക്കണം. ഒരു 6-7 മണിക്കൂർ, ഒരു 5 മിനിറ്റ് പത്തിയല്ല ഇങ്ങനെ. അത് ഇത് പല സ്റ്റെപ്പ് പോയി കവി 2-3 പ്രാവശ്യമായിട്ട് നമ്മളിപ്പം കവിയും കൂടി സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പ്രഗ്നന്റ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്രാവശ്യം കുട്ടികളെ കൊണ്ട് നമ്മൾ വീണ്ടും അത് നമ്മളൊരു ചടങ്ങാണ്. നാട്ടിലെല്ലാവരും ഡാൻസ് ചെയ്യും. അത് നമുക്കൊരു അവസരമാണ്. അവിടെ തെറ്റിയാലൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ സ്റ്റെപ്പ് കൂടി ഇടും. ഇതെല്ലാ സ്റ്റെപ്പ് കഴിഞ്ഞ അടുത്ത പ്രാവശ്യം തേറ്റ് വന്നേ കാണിച്ചത്. ചുറ്റിലും ചെടിയും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പുറത്ത് ഇതുപോലെ ഇവരെ ഹോം സ്റ്റേ പരിപാടിയിലാണ്. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. ചേച്ചി പരിപാടി എന്തിനാണ്? വെള്ളം കിട്ടിയ പോരെ. വാ 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 വാ. ഹായ് മോളു, മോളെ പേരെന്നാ? ശ്രീഷ്മ. അപ്പൊ ഇതേ മൂവിയിൽ തന്നെ വേറൊരു ക്യാരക്ടർ അല്ലേ? സിനിമയിലെ പോലീസാണ്, ലേഡി പോലീസാണ്. അപ്പൊ സിനിമയിൽ കാണാം. ഭയങ്കര രസമായിരുന്നു ഇത്. പോന്നിയല്ലോ ഇവരെ വീടിന്റെ ഭാഗം തന്നെയാണ് ഇത്. പക്ഷെ ഈ സൈഡ് ഇവര് ഹോം സ്റ്റേന്റെ ഒരു ഇതാക്കി. ഇത് നമ്മുടെ ആക്ച്വലി പഴയ വീടായിരുന്നു. ഇത് നമ്മള് ഒന്നുമില്ല, ഒരു കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് അത് തന്നെ ഹോം സ്റ്റേ ആക്കി. ഞാനിതിങ്ങനെ എടുത്ത് പറയാനും എടുത്ത് കാണിക്കാനും കാരണം വെച്ചാല് ഈ ചെടികൾ വെച്ചിട്ട് നമ്മളെ ഒരു വീട് വേറെ തന്നെ ഒരു ഭംഗിയായി മാറിയിട്ടുണ്ട്. നമ്മള് നല്ല കൂളിംഗ് ആണ്. കൂളിംഗ് ആണ്. റോഡ് ഇവിടെ തന്നെയാണുള്ളത്. പക്ഷെ നമ്മൾ ഇതിനുള്ളിൽ കയറിയാരാന്ന് കണ്ടത്. ഇത് മൊത്തത്തിൽ ചെടി വെച്ചിട്ട് കൊന്നിയുണ്ടല്ലേ? ഇതിനുള്ളിൽ വെച്ചിട്ടാണ് ഇവരെ നമ്മളെ ഈ മുള്ളംകൊല്ലി സിനിമേന്റെ ഷൂട്ടിംഗ് പരിപാടി കഴിഞ്ഞാൽ ക്യാമറമാനാണ്. എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് പോയേക്കാറ്. അങ്ങോട്ടും കണ്ട ചെടീനെ കൊണ്ടുള്ള കളിയാണ്. മണത്തറ അശോകേട്ടൻ. ഓക്കെ, സിനിമേന്റെ പിക്ചറിലായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർ ഉണ്ട് ബാബു ജനേട്ടൻ, നമ്മളെ സുഹൃത്താണ്. 12-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്. അപ്പം ഒരു അപേക്ഷ എന്ന് പറയുന്നത് സിനിമ എല്ലാവരും കാണുക, നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ശരിക്കും സിനിമയിൽ ഉണ്ടാകേണ്ടിയാണ്. ബാബോട്ട സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ അന്നീം കവിനും വിളിച്ചിന്. പക്ഷേ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ബാബോട്ടോട് പറഞ്ഞു ബാബോട്ട അടുത്ത പടത്തിൽ വരാം. അപ്പോൾ അടുത്ത പടത്തിൽ എന്തായാലും വിളിക്കുമല്ലോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും വിളിക്കും. ഈ പടത്തിന്റെ തുടക്കത്തിൽ ഞാൻ ആദ്യം ഒരു ക്യാരക്ടറിന് വേണ്ടി ഇദ്ദേഹത്തെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ ഡേറ്റുമായിട്ട് ചെറിയ പ്രശ്നം വന്നുകൊണ്ട് മാത്രമാണ് അതിപ്പം വേറെ ആർട്ടിസ്റ്റിലേക്ക് പോയത്. അതെ. രണ്ടാമതും ഒന്നും കൂടി വിളിച്ചിട്ടുണ്ടായി. അന്ന് ഞാൻ ഇതുപോലെ തിരക്കിലായി പോയി. എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും കാണാം. പടം അടിപൊളി സക്സസ് ആട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടോ ക്യാമറ ഇരിക്കും. ഒരു മിനിറ്റ് ഞാൻ ഇന്ന് എടുത്തിട്ട് ഫിനിഷ് ആകട്ടെ. അവിടെ റൂമുണ്ട്, അവിടെ നമ്മൾ ഭാവേനെ അവർ കിടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനെ തന്നെ ഇടാം. ഇതെന്താണോ ഭയങ്കരമായ ബിരിയാണി തീറ്റയിലാണ്. അച്ഛനാണ് സിനിമയിലും ഫാദറായിട്ട് അഭിനയിക്കുന്ന ആളാണ്. അത് പറയാൻ കാരണം നമ്മുടെ സിനിമയിലും ഫാദർ ആയിട്ടുണ്ട്. സിനിമയിലും ഫാദറാണ്. നോർമലി അച്ഛൻ. പ്രസീജ് എന്നാണ് പേര് പറഞ്ഞത്. ആർക്കിടെക്ട് കുറെ വർഷമായല്ലേ? ഞാൻ കുറെ വർഷമായി, ഒരു 38 years ആയി. 38 years. ഈ പടം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ പടത്തിലേക്ക് വരുന്നതിന് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ ഹീറോ. ശരിക്കും എല്ലാവരും ഹീറോയിൻ വെച്ച് ഇതിന്റെ സ്ക്രിപ്റ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ പോകുന്ന ഒരു ഇടിവെട്ട് സാധനമാണ്. ശരിക്കും സ്ക്രിപ്റ്റ് കണ്ടിട്ടാണ് ഞാനും ഇതിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിന്റെ മെയിൻ ഹീറോ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ്. എന്തായാലും എല്ലാവിധ ആശംസകളും. പടം ഹിറ്റാട്ടെ. ഹിറ്റായിട്ട് സെലിബ്രേഷൻ ആണ് വിളിക്കണേ. ഓക്കെ. ഈ ഒരു കൊട്ടേജ് കാര്യങ്ങൾ നിങ്ങൾ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നല്ലേ? ഇത് ഫുൾ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ പുതിയൊരു വല്ല ആരെങ്കിലും വന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ വേണ്ടിക്കൊന്ന് കൊടുക്കാടി തീർച്ചയായിട്ടും വിളിച്ചാല് അല്ലേ? ഓക്കെ, അപ്പൊ ഇവരുടെ നമ്പർ കൂടി കൊടുക്കട്ടാ. ഇവിടെ വന്ന് താമസം വരും. അങ്ങനെ ആൾ വരുത്തുണ്ട്. എങ്ങനെയാണ് ഈ പരിപാടി? അതെ അല്ലേ? ഗൂഗിളിലുണ്ട് വൈദർബി ഹോം സ്റ്റേ അടിച്ചാൽ കിട്ടും. വൈദർബി ഹോം സ്റ്റേ. അതിന്റെ മുന്നിൽ പേര് ഞാനത് കൊടുക്കട്ടെ. ആരെങ്കിലും കണ്ടു റൂം എന്തെങ്കിലും വേണമെങ്കിൽ വരാട്ടോ. ഓക്കെ, ഓക്കെ, തീർച്ചയായും. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ വീട് കണ്ടപ്പോൾ ഒന്ന് എല്ലാവരും കാണിക്കുന്ന വെച്ച് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. വീഡിയോ കുറേ സമയമായൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിവിടെ വീട്ടിലേക്ക് ഇനി പോകുവാണ്. അമ്മ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പരിപാടിയിലായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും കൂടി വന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിമ മുള്ളംകൊല്ലി സക്സസ് ആട്ടെ. എല്ലാവരും കൂടി ഉണ്ട്. എല്ലാവരും എന്താ പറയുക, വളരെ പ്രതീക്ഷയിലാണ്. ഓരോ സാധനങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് പണിയെടുത്ത് അത് ഇറങ്ങാൻ വേണ്ടി കാത്തിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, അത് ഇറങ്ങാൻ കാണാൻ വേണ്ടിയിട്ടല്ലേ? ഒരു കുഞ്ഞിനെ എടുത്ത് നടക്കുന്നതല്ലേ ആ ഒരു ഫീലിംഗ്. അത് ഇറങ്ങട്ടെ, സക്സസ് ആട്ടെ. എന്തായാലും ഇപ്പോൾ ഒരു പോസ്റ്ററുടെ ബാക്കിൽ ഇവരെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇറങ്ങുമെന്ന് ഫുഡ് കൂടി കഴിച്ച് നമ്മൾ ഇറങ്ങുമെന്ന്. പുതിയ വിശേഷമായിട്ട് നാളെ വരാം. ഇവരെല്ലാവർക്കും